ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഹെയർ പ്രോട്ടീൻ പാക്ക്, നിങ്ങൾ പാർലറിലൊക്കെ പോയി മുടി സോഫ്റ്റ് ചെയ്യാനായിട്ട് ചുമ്മാ പൈസകൾ ചിലവാക്കാതെ ഈ ഒരു പ്രോട്ടീൻ പാക്ക് മാത്രം മതി നിങ്ങളുടെ മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ. അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫ്ലാക്സ് സീഡ്സ്, അതായത് നമ്മുടെ മുടി എത്രത്തോളം ഉണ്ടോ അതിന് ആവശ്യത്തിനുള്ള ഫ്ലാക്സ് സീഡ് എടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു പിടി ഫ്ലാക്സ് സീഡ് എടുത്ത് നല്ലപോലെ പൊടിച്ചെടുത്തതാണ്. പൊടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ മുടി കഴുകുമ്പോൾ മുടിയിൽ നിന്ന് പെട്ടെന്ന് അത് പോകില്ല. അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് ഫ്ലാക്സ് സീഡ് പൊടിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവേരയാണ്. അലോവേര നമ്മുടെ മുടിക്കായിരുന്നാലും ശരി, നമ്മുടെ മുഖത്തിനായിരുന്നാലും ശരി, അത്രയും ഗുണമുള്ളൊരു സാധനമാണ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ അലോവേര എടുക്കുന്ന സമയത്ത് താഴെയുള്ള ഒരു മഞ്ഞ ദ്രാവകം ഉണ്ടല്ലോ, അത് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് മുടിയിൽ നമുക്ക് തലയോട്ടിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എടുത്ത് കുറച്ച് നേരം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ചാരി വെച്ചതിന് ശേഷം വേണം അലോവേര കട്ട് ചെയ്തിട്ടെടുക്കാനായിട്ട്. അല്ലെങ്കിൽ താഴെയുള്ള കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. എന്നിട്ട് ഇതുപോലെ അലോവേര എടുക്കുക. അലോവേര എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി നിങ്ങൾ മുറിച്ചിട്ടതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അതെ, നല്ലപോലെ അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് നമ്മൾ ഫ്ലാക്സ് സീഡിന് മുകളിൽ ഒഴിക്കുക. ഓക്കെ, അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ്. തൈര് നമ്മുടെ മുടിക്ക് നല്ല എണ്ണമയം കൊടുക്കാനായിട്ട് സഹായിക്കും. അതായത് ഒരു വലിയ 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. തൈര് നമ്മുടെ മുടിയെ അത്രയും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാനായിട്ടും മുടിക്ക് നല്ല മൃദുത്വം കൊടുക്കാനായിട്ടും ഒക്കെ നമ്മുടെ തൈര് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും തൈര് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ. ആവണക്കെണ്ണ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ മുടി വളരാനായിട്ട് എത്രത്തോളം സഹായിക്കുമെന്ന്. ആവണക്കെണ്ണ 1 ടീസ്പൂൺ ആവണക്കെണ്ണ മതി. ഞാൻ 1 ടീസ്പൂൺ ആവണക്കെണ്ണ മതി എന്ന് പറയാൻ കാരണം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഒരു ഹെയർ പാക്ക് തലയിലിടുമ്പോൾ എപ്പോഴും തലയിൽ കുറച്ച് ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് ഹെയർ പാക്ക് ആയിരുന്നാലും തലയിലിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് തലയ്ക്ക് നമ്മുടെ തലമുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനായിട്ട് കാരണമാകും. എപ്പോഴും എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ ഒരു 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഈ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഈ പാക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരു കട്ടിയായും പോകാൻ പാടില്ല. ഏകദേശം ഒരു തലയിൽ നമ്മൾ ഹെന്നയൊക്കെ ഇടില്ലേ, ആ ഒരു അളവിൽ വേണം എപ്പോഴും ഇതുപോലെ നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഹെന്ന ഇടുന്ന സമയത്ത് ഒരിക്കലും തലയിൽ എണ്ണ വെച്ചിട്ട് ഹെന്ന ഇടരുത്, കാരണം ആ കളർ നമ്മുടെ തലയിൽ പിടിക്കില്ല. പിന്നെ നമുക്കതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണ്, കുറച്ച് കട്ടിയായി പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ നല്ലതുപോലെ ലൂസാക്കി എടുക്കാം. ഇപ്പോൾ അങ്ങനെ ലൂസാക്കി എടുത്തിട്ട് നമ്മുടെ തലയിൽ എന്ത് പരുവത്തിലാണോ നമ്മുടെ തലയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത്, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാക്ക് ഈ ഒരു പരുവത്തിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ ലൂസായാലും കുഴപ്പമില്ല, ഈ ഒരു പാക്കിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മുടി നല്ലപോലെ എണ്ണ ചെയ്ത മുടി ഒരു പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക. നല്ലപോലെ ചീകി കൊടുത്തിട്ട് വൗരെടുത്തിട്ട് നമ്മൾ ഉച്ചിയിലും, അതായത് തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യാറില്ലേ സാധാരണ, മേളിൽ നിന്ന് മാത്രം ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് കെട്ടി വയ്ക്കില്ലേ. ഞാനൊരു ഇതിൽ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുന്ന കാണിച്ചു തന്നില്ലേ, അതുപോലെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ല നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല വൃത്തിയായിട്ട് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീട്ടിലൊക്കെ ചേട്ടന്മാരൊക്കെ സഹായിക്കുവാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് തരാൻ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മുടി, നല്ല ഫുൾ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ തല മേളിൽ തൊട്ട് താഴെ വരെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വാരി കെട്ടിവയ്ക്കുക. അതായത് ഒരുപാട് ടൈറ്റായിട്ട് കെട്ടിവയ്ക്കരുത്, ഒരു ലൂസായിട്ട് കെട്ടിവയ്ക്കുക. എപ്പോഴും ഹെയർ പാക്ക് ഇടുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഇങ്ങനെ കെട്ടി നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കണം. നീരിറങ്ങുന്നവരാണെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വെറും നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഒരു കാരണവശാലും നിങ്ങൾ ഷാമ്പു അപ്ലൈ ചെയ്യരുത്. ഷാമ്പു അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ലേ, ഞാനിപ്പോൾ ഷാമ്പൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നോർമൽ പൈപ്പ് വെള്ളത്തിലാണ് കഴുകി കളഞ്ഞത്. മുടി നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്, എന്നാൽ അത്യാവശ്യം തലയിൽ ഒരു ഓയിൽ മയവും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു 2 ദിവസത്തേക്ക് നമ്മൾ ഷാമ്പൂ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു അടിപൊളി ഹെയർ പാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.